ആ പ്രസ്താവനയിലത്തെ അപകടം ശ്രദ്ധിക്കുക. ശരിക്കും ആ പഴഞ്ചൊല്ല് പറയുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറയുന്ന ഒരു ചൊല്ലാണത്, ഒരു ഫ്രേസാണ്. പക്ഷെ അതിൽ നിന്ന് നമ്പൂതിരി അങ്ങ് മാറ്റി. എന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്? നായാടി മുതൽ നസ്രാണി വരെ. ഈ കൂട്ടത്തിൽ മുസ്ലിം സഹോദരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ആ പറഞ്ഞതിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു വിഭാഗം സഹോദരങ്ങളെ മാറ്റി നിർത്തിയാണോ ഐക്യം ഉണ്ടാക്കേണ്ടത്? മനുഷ്യരെ തമ്മിൽ വിഘടിപ്പിച്ച്, അതായത് ഒരു കൂട്ടരെ മുഴുവനും ഒരു സമൂഹത്തെ മറ്റു സമൂഹത്തിന് എതിരാക്കി മാറ്റുക, ഇത് വിദ്വേഷ രാഷ്ട്രീയം എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഹേറ്റ് പൊളിറ്റിക്സ് എന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എപ്പോഴും ഡിവിഷനുണ്ട്. ഞങ്ങൾ, നിങ്ങൾ. ഇവിടെ ഞങ്ങളായിട്ട് ഒരു വിഭാഗത്തെ അങ്ങ് സൃഷ്ടിക്കുന്നു, മറ്റൊരു വിഭാഗത്തെ നിങ്ങൾ ശത്രുക്കളായിട്ട് മാറ്റുന്നു. ഈ വിദ്വേഷ രാഷ്ട്രീയം പയറ്റുന്ന എല്ലാവരും ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അവർ ഒരു ശത്രുക്കളെ സൃഷ്ടിക്കും. ഇവിടെ ഇപ്പോൾ പറയുകയാണ് മുസ്ലിംസ് നിങ്ങളുടെ ശത്രുക്കളാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ മറ്റു സ്ഥലത്ത് വടക്കേ ഇന്ത്യയിൽ എന്താ പറയുന്നത്? വടക്കേ ഇന്ത്യയിൽ ഇപ്പൊ ജബൽപൂർ ആവട്ടെ, ഛത്തീസ്ഗഡിലെ മറ്റു സ്ഥലങ്ങളിലായിക്കോട്ടെ, ഡൽഹിയിലായിക്കോട്ടെ, അവിടെ എന്താ പറയുന്നത്? ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ശത്രുക്കളാണ്. ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് എന്താ? ശത്രു ഉണ്ടാവണം. ശത്രു ഉണ്ടെങ്കിൽ മാത്രമേ അണികളെ ഉത്തേജിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ശ്രദ്ധയെ മാറ്റിയിട്ട് ശത്രുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവിടുത്തെ ശത്രു എന്ന് പറയുന്നത് ഒരു എന്ന് പറഞ്ഞ ഭാവനയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ശത്രുവാണ്. ഇവിടുത്തെ ഇപ്പൊ ഞാൻ മലപ്പുറംകാരനാണ്, മലപ്പുറത്തുള്ളൊരു മനുഷ്യനാണ്. മലപ്പുറത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലങ്ങളെല്ലാം ചെലവഴിച്ച ഒരു വ്യക്തിയാണ്. ഈ മലപ്പുറത്തുള്ള ക്രിസ്ത്യാനികളോട് ചോദിക്കൂ, അവിടുത്തെ ഹിന്ദുക്കളോട് ചോദിക്കൂ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടുത്തുകാർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന ഒരു വ്യാജ നിർമ്മിതിയാണിത്. ഒരു പൊതുബോധം നിർമ്മിക്കുകയാണ്. ഈ മുസ്ലിങ്ങൾ നിങ്ങൾ ശത്രുക്കളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് മുസ്ലിങ്ങളാകാം, നാളെ ഇത് ക്രിസ്ത്യാനികളാകാം, നാളെ അത് എങ്ങനെയായിട്ട് മാറാം? ദളിതനായിട്ട് മാറാം. ഇപ്പൊ അമേരിക്കയിലെ പ്രശ്നക്കാരാരാണ്? ഒരു കുടിയേറ്റക്കാരാണ്. ബ്രിട്ടനിലെ പ്രശ്നക്കാരാരാ? കുടിയേറ്റക്കാരാണ്, മൈഗ്രൻസ് ആണ്. ആ മൈഗ്രൻസിൽ ഇന്ത്യക്കാരാണ് ഉള്ളത്. അപ്പൊ ഈ ലോകത്ത് എല്ലായിടത്തും പയറ്റുന്ന ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ സ്പോൺസർഷിപ്പിൽ, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തിരുത്തി പറയണം, സ്പോൺസർഷിപ്പിൽ സമുദായ നേതാക്കളെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുന്നത് അത്യന്തം ദുഃഖകരമാണ്. ഇത് നമ്മൾ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ കാര്യം നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം, അഡ്രസ് ചെയ്യണം. എല്ലാ മതസ്ഥരും, എല്ലാ മനുഷ്യരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയം മാറ്റിവെച്ച് മുന്നോട്ട് പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യുകയും തെറ്റാണെന്ന് പറയുകയും ചെയ്തില്ലെങ്കിൽ ഇത് കൂടുതൽ ഇവിടെ വരും. ഇത് ശത്രുക്കൾ കൂടുതൽ നിർമ്മിക്കപ്പെടും. ഇങ്ങനെ ശത്രുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ഈ കാര്യങ്ങൾ ഇതിലൂടെയാണ് എപ്പോഴും നമ്മുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് മാറുന്നത്. സർക്കാർ സ്പോൺസേർഡ് വെറുപ്പ് പ്രചാരണ പരിപാടിയാണിത് എന്ന് പറയുകയാണ് ഫാദർ പുതിയ പറമ്പിൽ. ഞാനൊന്ന് പറയാം, റിജിൽ മാക്കുറ്റിയും ഇനിയിപ്പോൾ ഇതിനെതിരെ ഉറക്കെ സംസാരിച്ച ഒരാൾ കോൺഗ്രസിന്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശനാണ്. പക്ഷേ വി.ഡി. സതീശൻ ഒറ്റയ്ക്കായി പോയല്ലോ. എന്തേ അദ്ദേഹം പറയുന്ന അതേ കനത്തിലുള്ള പിന്തുണ പാർട്ടിക്കകത്ത് നിന്ന് കിട്ടാതെ പോയത്? ശ്രീ നിഷാദെ, അങ്ങനെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ UDFന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശവും അധികാരമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് പാർട്ടിയുടെയും മുന്നണിയുടെ അഭിപ്രായമാണ് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത്. ആ വി.ഡി. സതീശൻ പറയുന്ന അഭിപ്രായം തന്നെയാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. വി.ഡി. സതീശൻ പറഞ്ഞ അഭിപ്രായം തെറ്റാണെന്ന് ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഫാദർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ ഒരു സംഘപരിവാരത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ CPM അതിനുവേണ്ടിയുള്ള സംഘപരിവാറിന് വളരാനുള്ള ഒരു പ്രതലം ഉണ്ടാക്കി കൊടുക്കാൻ, പരിസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഏറ്റവും നീചവും പൈശാചികവുമായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സജി ചെറിയാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സ്വാഭാവികവും ഞാൻ കരുതിയത് സജി ചെറിയാൻ പറയുന്നത് കേൾക്കുമ്പോൾ ശശികലയുടെ നാവിൽ നിന്ന്, അതോടൊപ്പം സെൻകുമാറിൻ്റെ നാവിൽ നിന്ന്, അതുപോലെ കെന്നഡി കരിമ്പങ്കാലയെ പോലുള്ള കാസയുടെ ആളുകളൊക്കെ പറയുന്നത് പോലെ ആ കാസയുടെയൊക്കെ മൂത്താപ്പയായി ഈ പറയുന്ന സജി ചെറിയാൻ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് അയാളുടെ പ്രസ്താവനയിൽ കാണാൻ സാധിച്ചത്. തീർച്ചയായും എത്ര ബാലിശമായിട്ടാണ് ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾക്ക് ഭരണഘടനയോടോ അതുമായി ബന്ധപ്പെട്ട
ഭരണഘടനാ സ്ഥാപനത്തോട് ഒരു തരത്തിലുള്ള മമതയോ ഒരു താല്പര്യമില്ല എന്ന് തൻ്റെ വാക്കിലൂടെ തെളിയിച്ച ഒരാളാണ്. ആ ഭരണഘടനക്ക് കുന്തത്തിൻ്റെയും കുടച്ചക്രത്തിൻ്റെയും വില കാണിപ്പിച്ച അയാൾക്ക് അത് തൊട്ട് സത്യപ്രതിജ്ഞ ഒരു മന്ത്രി ഇത്രയും മോശപ്പെട്ട രൂപത്തിൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ കാണുന്നത് ഉത്തരേന്ത്യയിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി RSSന്റെയും സംഘപരിവാറിൻ്റെയും അവിടുത്തെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ മന്ത്രിമാരും വരുമ്പോൾ കേരളത്തിൽ ഇതാ ഞാനാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്, ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്ന് വിളിച്ചു പറയല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാകുമ്പോൾ സതീശ് ചേരന് ലക്ഷ്യം രണ്ടെണ്ണം ഉണ്ട്.